ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്നിനെക്കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന ആരോപണത്തെപ്പറ്റിയാണ്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നും. നമുക്ക് ഈ ഒരു ചോദ്യത്തോട് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സ്വന്തം വീട് കൊള്ളയടിക്കാൻ ഒരാളെ പഠിപ്പിക്കാനായി നിങ്ങൾ അയാൾക്ക് പണം കൊടുക്കുമോ? ഇല്ലല്ലേ? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകപ്രശസ്തമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഏതാണ്ട് ഇതേപോലൊരു പണിയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ഒരാരോപണം. അതെ, നമ്മൾ സംസാരിക്കുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, അഡോബിയെക്കുറിച്ചാണ്. സ്വന്തം സോഫ്റ്റ്വെയർ തന്നെ മോഷ്ടിക്കാൻ അല്ലെങ്കിൽ പൈറേറ്റ് ചെയ്യാൻ അഡോബെ ആളുകൾക്ക് പണം കൊടുക്കുന്നു എന്ന ഈ അവിശ്വസനീയമായ ആരോപണത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ എന്താണ് ഈ ആരോപണം എന്ന് സിമ്പിളായിട്ട് പറയാം. അഡോബിയുടെ ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ പോലെയുള്ള വില കൂടിയ സോഫ്റ്റ്വെയറുകളില്ലേ, ഇതൊക്കെ എങ്ങനെ പൈറേറ്റഡ് ആയിട്ട്, അതായത് പൈസ കൊടുക്കാതെ നിയമവിരുദ്ധമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന യൂട്യൂബർമാർക്കും ഇൻഫ്ലുവൻസർമാർക്കും അഡോബി തന്നെ രഹസ്യമായി പണം നൽകുന്നു. ഇതാണ് സംഭവം. ഇതൊരു വെറും ഗോസിപ്പല്ല, വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ശരി, അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഒരു കമ്പനി സ്വന്തം പ്രോഡക്റ്റ് മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നതെന്ന്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. ഇതൊരു അബദ്ധമല്ല, മറിച്ച് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് തന്ത്രമാണെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് പൈറസി എന്ന വലിയൊരു പ്രശ്നത്തെ അവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടാനുള്ള ഒരു വഴിയാക്കി മാറ്റാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. ഈ തിയറി അനുസരിച്ച് സംഭവം വളരെ സിമ്പിളാണ്. അഡോബി പൈറസിയെ കാണുന്നത് ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് ഭാവിയിൽ തങ്ങൾക്ക് പണം തരാൻ പോകുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു ഫ്രീ ട്രെയിനിംഗ് സെന്റർ ആയിട്ടാണ്. ഈ ഒരു സ്ട്രാറ്റജിയെ നമുക്ക് പൈറസി ഫണൽ എന്ന് വിളിക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സ്റ്റെപ്പ് 1, സ്റ്റുഡൻസും പുതിയതായി പഠിക്കുന്നവരുമൊക്കെ ₹1 പോലും മുടക്കാതെ പൈറേറ്റഡ് വേർഷൻ ഉപയോഗിച്ച് ഈ സോഫ്റ്റ്വെയറുകൾ പഠിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ സ്റ്റെപ്പ് 2ലേക്ക് എത്തുന്നു. അവർ ഈ സോഫ്റ്റ്വെയറുകളിൽ എക്സ്പേർട്ടാവുന്നു, അതിനെ പൂർണ്ണമായി ആശ്രയിക്കാൻ തുടങ്ങുന്നു. അടുത്ത സ്റ്റെപ്പിൽ അവരൊരു ജോലിക്ക് കയറുന്നു, പ്രൊഫഷണൽ ആവുന്നു. അപ്പോൾ പിന്നെ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, നിയമപരമായി ലൈസൻസ് വേണം. അപ്പോൾ എന്ത് സംഭവിക്കും? അവസാനത്തെ സ്റ്റെപ്പ്, അവർക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന, വർഷങ്ങളായി ഉപയോഗിച്ച് ശീലിച്ച അഡോബിയുടെ ഒറിജിനൽ സബ്സ്ക്രിപ്ഷൻ തന്നെ അവർ പൈസ കൊടുത്തു വാങ്ങുന്നു. കണ്ടില്ലേ, എന്തൊരു ബ്രില്യന്റ് ലോങ് ടേം പ്ലാൻ! പക്ഷേ ഈ ബിസിനസ് പ്ലാൻ കേൾക്കാൻ കൊള്ളാമെങ്കിലും ഇതിന് വളരെ സീരിയസ് ആയി ചില ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണിത് ഇത്ര വലിയൊരു വിവാദമാകുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം, കൃത്യമായി എല്ലാ മാസവും പൈസ കൊടുത്ത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരോട് ചെയ്യുന്നൊരു അനീതിയല്ലേ ഇത്? രണ്ടാമതായി, സോഫ്റ്റ്വെയർ മോഷണം എന്നു പറയുന്നത് ഒരു നിയമവിരുദ്ധമായ കാര്യമാണ്. ഒരു വലിയ കമ്പനി തന്നെ അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണോ? പോരാത്തതിന് ഇത് വളർന്നുവരുന്ന ചെറിയ സോഫ്റ്റ്വെയർ കമ്പനികളെ തകർക്കും. കാരണം അവർക്കൊന്നും ഇങ്ങനെ ഫ്രീ ആയി പ്രോഡക്റ്റ് കൊടുത്ത് മാർക്കറ്റ് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം, ഇത് തങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായും അഡോബി ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഔദ്യോഗിക നിലപാട് എന്താണെന്നും അവർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു കോൺട്രാഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം കിടക്കുന്നത്. ഒരു ഭാഗത്ത് അഡോബി പറയും, ഞങ്ങൾ സോഫ്റ്റ്വെയർ പൈറസിക്കെതിരാണ്, പൈറേറ്റഡ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് അപകടമാണ്. ഇതൊക്കെയാണ് അവരുടെ ഒഫീഷ്യൽ വാക്കുകൾ. പക്ഷെ മറുഭാഗത്ത് എന്താണ് കാണുന്നത്? ലോകം മുഴുവൻ ഇത്ര വ്യാപകമായി പൈറസി നടന്നിട്ടും അതിനെതിരെ ശക്തമായ ഒരു നിയമ നടപടിയും അവർ എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നു. ഈ പറയുന്നതും ചെയ്യുന്നതും തമ്മിലൊരു ബന്ധവുമില്ലല്ലോ. വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതും ഇതുതന്നെയാണ്. അഡോബി വിചാരിച്ചാൽ ഒരു പരിധിവരെ ലോകമെമ്പാടുമുള്ള ഈ പൈറസി വെബ്സൈറ്റുകളും ട്യൂട്ടോറിയലുകളുമൊക്കെ പൂട്ടിക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് അവർ അതിന് കർശനമായി ശ്രമിക്കാത്തത്? കമ്പനിയുടെ ഈയൊരു നിഷ്ക്രിയത്വമാണ് അവരുടെ രഹസ്യതന്ത്രത്തിന്റെ ഏറ്റവും വലിയ തെളിവായി പലരും കാണുന്നത്. വാക്കുകളേക്കാൾ വലുത് പ്രവൃത്തികളാണല്ലോ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തുന്നത്? ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതൊരു അതിസമർത്ഥമായൊരു ബിസിനസ് തന്ത്രമാണോ, അതോ കസ്റ്റമേഴ്സിനോടുള്ളൊരു നഗ്നമായ വഞ്ചനയാണോ? ഈ മുഴുവൻ വിവാദത്തെയും നമുക്ക് ഈ ഒരു വാചകത്തിൽ ഒതുക്കാം. അവർ പൈറസിയെ ഉപയോഗിക്കുന്നത് ഭാവിയിൽ തങ്ങൾക്ക് വലിയ വില നൽകുന്ന കസ്റ്റമേഴ്സിനെ വളർത്തിയെടുക്കാനുള്ളൊരു മാർക്കറ്റിംഗ് ചാനലായിട്ടാണ്. ഇതാണ് ആ തന്ത്രത്തിന്റെ കാതൽ. അപ്പോ അവസാനമായി ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇതൊരു ബ്രില്യന്റായ ദീർഘവീക്ഷണമുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ, അതോ ഗുരുതരമായ ഒരു ധാർമ്മിക പരാജയമാണോ? ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ടെക്നോളജിയുടെ ഈ ലോകത്ത്
ശരിയും തെറ്റും തമ്മിലുള്ള ആ വരയൊക്കെ ചിലപ്പോൾ വളരെ നേർത്തതായിരിക്കും.